മുക്കാൽ കപ്പ് ദോശമാവിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് മാവും 1 ടേബിൾ സ്പൂൺ റവയും 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാര കൂടി പൊടിച്ചതും 1/2 കപ്പ് ശർക്കര പാനിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അത് നെയ്യോട് കൂടി തന്നെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇത് ബാക്കി വന്ന ദോശമാവാണ്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പാകമായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അടിപൊളി ഉണ്ണിയപ്പാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ട് ഭാഗവും വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ബാമ്പു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തിയെടുക്കുകയാണെങ്കിൽ എണ്ണ ഒന്നും കുടിക്കില്ല, നമുക്ക് അടിപൊളി ഉണ്ണിയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി കൂടി ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദോശമാവ് ബാക്കി വരികയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്